Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. ഊണൊക്കെ കഴിച്ചോ എല്ലാവരും? കഴിച്ചു. കഴിച്ചു അല്ലേ? ഓക്കെ. ജസ്റ്റിന്റെ മോള് ഉറക്കാണോ? ഇപ്പൊ ഉറക്കി. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നേ. എന്തെറ്റി? ചുമ പനി എല്ലാവർക്കും. ആണോ? പോയിട്ടിപ്പോ വന്നേ ഉള്ളൂ. അപ്പൊ അവൾ ഉറങ്ങിപ്പോയി. ശരി. ഓക്കെ. നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം കേട്ടോ. ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാനേ. കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് എന്താ പഠിച്ചേ? ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസ് നമ്മൾ കണ്ടു അല്ലെ, റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ കണ്ടിരുന്നു. പിന്നെ നമ്മുടെ മെഡിക്കൽ സെക്രട്ടറി പഠിച്ചു അല്ലെ, മെഡിക്കൽ സെക്രട്ടറിയുടെ എന്താ പറയാ റെസ്പോൺസിബിലിറ്റീസ് എന്നൊക്കെ അവിടെ വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ. പിന്നെ എനിക്ക് തോന്നുന്നു OPD എക്സിക്യൂട്ടീവിന്റെ ഒരു 3-5 പോയിന്റ് വരെ നമ്മൾ പറഞ്ഞു നിർത്തി. ഓക്കെ, അവിടെ തൊട്ടാണ് നമുക്കിനി എടുക്കാനുള്ളത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് 5 നോൺ ക്ലിനിക്കൽ ജോബുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഒരു ചാപ്റ്ററിനകത്ത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനെ പറ്റി പഠിക്കാനുണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ്. പിന്നെ ഈ പറയുന്ന പോലെ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി, പിന്നെ മെഡിക്കൽ സെക്രട്ടറി, പിന്നെ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്, ഒരാളും കൂടെ പഠിക്കാനുള്ളത് പേഷ്യന്റ് കൗൺസിലർ കേട്ടോ. അത്രയും 5 പേരെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്ത് നോൺ ക്ലിനിക്കൽ ജോബുകളാണ് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ആളെ പരിചയപ്പെടാം. ജോബ് സമ്മറി ഓഫ് എൻ OPD എക്സിക്യൂട്ടീവ്. OPD എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവിന്റെ ജോലിയെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എക്സിക്യൂട്ടീവിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ട്, അദ്ദേഹം ഒരു ലീഡർഷിപ്പ് റോളാണ് അവിടെ ചെയ്യുന്നത് അല്ലെ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാവുന്ന ഇതെന്ന് പറയുന്നത് ഒന്ന് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. ഓക്കെ, അതെന്ന് പറയുമ്പോൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ ചുമതലകളൊക്കെ വഹിക്കുന്നതാണ് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. ഇനി മെഡിക്കൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ അവിടെ ചിന്തിക്കേണ്ടത് ഒരു ഫിസിഷ്യന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കൂടുതൽ പിന്തുണ കൊടുക്കുന്നത് ആർക്കാണ്? ഫിസിഷ്യൻസിനെയാണ്. അപ്പൊ ഒരു ഫിസിഷ്യന്റെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ ഡ്യൂട്ടീസ് ആണ് ഒരു മെഡിക്കൽ സെക്രട്ടറി ചെയ്യുന്നത്. ഇനി നമ്മൾ പറയുന്ന ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും മേൽനോട്ടം വഹിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, എന്താന്ന് വെച്ചാൽ ഇവരുടെ റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ സിമിലാരിറ്റി നമുക്ക് ഫീൽ ചെയ്യും. മനസ്സിലായി? അദ്ദേഹം എക്സിക്യൂട്ടീവ് അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കിന് മാത്രമല്ല മൊത്തത്തിൽ ആ ഒരു ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാവിധ കാര്യങ്ങളും നല്ല രീതിയിൽ നടത്തുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു ലീഡർഷിപ്പ് റോളാണ് അദ്ദേഹത്തിന് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാം. ദ OPD എക്സിക്യൂട്ടീവ് പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ സൂപ്പർവൈസിംഗ് ദ ഓപ്പറേഷൻസ് ഓഫ് ദ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ഹോസ്പിറ്റൽ. അതൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. ഇനി ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി ആണെങ്കിൽ നിങ്ങളോട് എന്ത് വരും? അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലറിക്കൽ ടാസ്ക് ചെയ്യുന്ന ആരാണെന്ന് വെച്ചാൽ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി. ഓക്കെ, ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ അത് OPD എക്സിക്യൂട്ടീവ് ആണ് കേട്ടോ. OPD എക്സിക്യൂട്ടീവ് പ്ലേസ് an important role in supervising the operations of the outpatient department in hospital. Their responsibilities include എന്തൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത്? ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, മാനേജിങ് ദ OPD സ്റ്റാഫ് അല്ലെ. ഔട്ട് പേഷ്യന്റ് എന്താ പറയുക ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫുകളെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക അല്ലെ. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ പ്രവർത്തിക്കുന്ന എല്ലാ സ്റ്റാഫിനെയും കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. അതുപോലെ തന്നെ മെയിൻറ്റെയിനിങ് എക്സാക്ട് പേഷ്യന്റ് റെക്കോർഡ്സ് അല്ലെ. കൃത്യമായിട്ട് രോഗികളുടെ റെക്കോർഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക. മൂന്നാമത്തത് ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ് അല്ലെ. അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുക. ഇതേ പോയിന്റ് തന്നെ ഇവിടെ നമ്മൾ പറയുന്നുണ്ട്. ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിയിലും വരുന്നുണ്ട്, മെഡിക്കൽ സെക്രട്ടറിയിലും ഒക്കെ വരുന്നുണ്ട്. ഇതേ പോയിന്റുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നോക്കാം, ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ ചെയ്യുക.
പിന്നെന്താണ് കോർഡിനേറ്റിംഗ് വിത്ത് അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്, അതായത് മറ്റുള്ള ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാം. ഇത് ആണ് നമ്മൾ കോർഡിനേറ്റിംഗ് കെയർ എന്നും പറഞ്ഞ ഔട്ട് പേഷ്യന്റ് സെക്രട്ടറിക്ക് അത് നമ്മൾ പഠിക്കുന്നുണ്ട്. കാര്യം രോഗിക്ക് ഏറ്റവും ഒരു ക്വാളിറ്റി ഉള്ള പരിചരണം കൊടുക്കാനായിട്ട് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റും പ്രൊഫഷണൽസും ആയിട്ട് സഹകരണത്തോടുകൂടി പ്രവർത്തിക്കാം. ഓക്കെ, അതാണ് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കാം. സോ കോർഡിനേറ്റിംഗ് വിത്ത് അതർ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്. പിന്നെന്താണ് എൻഷുവറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. എൻഷുവറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, രോഗികളുടെ സംതൃപ്തി ഉറപ്പാക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് രോഗികളുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നിലനിർത്താനായിട്ട് പറ്റണ എങ്ങനെയാണ്? ഒന്ന്, അവർക്ക് ഏറ്റവും നല്ല ക്വാളിറ്റി കെയർ കൊടുക്കുക, അല്ലെ? അതുപോലെ തന്നെ നല്ല രീതിയിൽ അവരോട് ബിഹേവ് ചെയ്യുക, നല്ലൊരു ട്രീറ്റ്മെന്റുകൾ അവർക്ക് കൊടുക്കുക. അതോടൊപ്പം തന്നെ അവരുടെ എന്ത് ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഒരു കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രോഗിയുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. അത് ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. എൻഷുവറിംഗ് പേഷ്യന്റ്, ഇദ്ദേഹത്തിന്റെ മാത്രമല്ല എല്ലാവരുടെയും, അൾട്ടിമേറ്റ് ഇവരുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന പേഷ്യൻസ് ആണ്. അവർക്ക് തന്നെയാണ് അവിടെ മുൻഗണന കൊടുക്കേണ്ടത്. സോ എൻഷുവറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, രോഗികളുടെ സംതൃപ്തി ഉറപ്പാക്കുക. ആറാമത്തെ പോയിന്റ് ഇതാണ്, മാനേജിംഗ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ബഡ്ജറ്റ്. അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റുകൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക കേട്ടോ. മാനേജിംഗ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ബഡ്ജറ്റ്, അതായത് ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റുകൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക. ഏഴാമത്തെ പോയിന്റ് ഇതാണ്, ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പോളിസികളും പ്രൊസീജിയറുകളും, നയങ്ങളും നടപടിക്രമങ്ങളും എല്ലാം തന്നെ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് നടപ്പിലാക്കുക, ഇംപ്ലിമെന്റ് ചെയ്യുക. വെറുതെ ഡെവലപ്പ് ചെയ്താൽ മാത്രം പോരാ, നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. എന്ന് വെച്ചാൽ ഏതൊരു ഡിപ്പാർട്ട്മെന്റ് എടുക്കുകയാണെങ്കിലും അതിൻ്റെതായ ചില പോളിസി പ്രൊസീജിയർ വേണം. അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഡിപ്പാർട്ട്മെന്റ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ പറയുന്നത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പോളിസികളും പ്രൊസീജിയറുകളും ഡെവലപ്പ് ചെയ്യുക, അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക കേട്ടോ, നടപ്പിലാക്കുക. അടുത്ത പോയിന്റ്, എട്ടാമത്തെ പോയിന്റ് ഇതാണ്, എൻഷുവറിംഗ് ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദ OPD ഏരിയ. പിന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവിധ പ്രവർത്തനങ്ങളും സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ഒരു OPD എക്സിക്യൂട്ടീവ് ആണ്. ഓക്കെ ആണല്ലോ? ഇതാണ് ചാപ്റ്റർ ആണോ ചോദിക്കുന്നത്? റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേട്ടോ. 51ാമത്തെ ചാപ്റ്റർ ആണോ? 51 ഏതെങ്കിലും പോയിന്റുകൾ ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ ക്ലിയർ ആവുന്നില്ലെങ്കിൽ പറയാം കേട്ടോ, അത് തന്നെ പറയാം. അപ്പൊ ഇത് കഴിഞ്ഞ് ഏഴാമത്തെ പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എട്ടാമത്തെ പോയിന്റ് ഇതാണ്, എട്ടാമത്തെ പറഞ്ഞു അല്ലെ. 9ാമത്തെ എന്താണ്? സൂപ്പർവൈസിംഗ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് ഫോർ ഡിഫറെന്റ് കൺസൾട്ടൻസ് കേട്ടോ. സൂപ്പർവൈസിംഗ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് ഫോർ ഡിഫറെന്റ് കൺസൾട്ടൻസ്, അതായത് ഈ പറയുന്ന ഡിഫറെന്റ് കൺസൾട്ടൻസ് അല്ലെ, ഈ പറയുന്ന ഡോക്ടേഴ്സ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവരുടെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിങ്ങും കൃത്യമായിട്ട് നേതൃത്വം വഹിക്കാം അല്ലെ, അതിനെ സൂപ്പർവൈസ് ചെയ്യാം. സൂപ്പർവൈസിംഗ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് ഫോർ ഡിഫറെന്റ് കൺസൾട്ടൻസ്, അതായത് ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കുമല്ലോ, അപ്പൊ അവരുടെ ആ ഒരു അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിങ്ങും കൃത്യമായിട്ട് എന്ത് ചെയ്യാം? സൂപ്പർവൈസ് ചെയ്യാം അല്ലെ. എല്ലാവരുടെ ഡിഫറെന്റ് കൺസൾട്ടൻസ്, വിവിധ ഡോക്ടേഴ്സിന്റെ തന്നെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളുകൾക്ക് കൃത്യമായിട്ട് സൂപ്പർവൈസ് ചെയ്യാം. 10ാമത്തെ പോയിന്റ് ഇതാണ്, ചെക്കിംഗ് ദ ഡോക്ടേഴ്സ് വർക്കിംഗ് കണ്ടീഷൻസ്. അതായത് ഡോക്ടറുടെ ആ ഒരു എന്താ പറയാ പ്രവർത്തന സാഹചര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക അല്ലെ. ചെക്കിംഗ് ദ ഡോക്ടേഴ്സ് വർക്കിംഗ് കണ്ടീഷൻസ്, അപ്പൊ ഡോക്ടറുടെ ആ ഒരു പ്രവർത്തന എന്താ പറയാ മേഖലകളിൽ പ്രവർത്തന സാഹചര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക. ഓക്കെ, പിന്നെ എന്താണ്? ഗാദറിംഗ് ആൻഡ് സ്ക്രൂട്ടിനൈസിംഗ് ഫീഡ്ബാക്ക് ഫോംസ്. ഗാദറിംഗ് ആൻഡ് സ്ക്രൂട്ടിനൈസിംഗ് ഫീഡ്ബാക്ക് ഫോംസ്. അപ്പൊ നമ്മൾ കറസ്പോണ്ടൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ, പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അപ്പോ ഈ പേഷ്യൻസിനൊക്കെ വരുന്ന ഫീഡ്ബാക്ക് ഫോമുകൾ കൃത്യമായിട്ട് കളക്ട് ചെയ്തിട്ട് അതിനെ സൂക്ഷ്മ പരിശോധന നടത്തുക അല്ലെ. നമുക്ക് എല്ലാ സേവനങ്ങളും കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ഫീഡ്ബാക്ക് കിട്ടണം. ആ ഫീഡ്ബാക്കിനനുസരിച്ചിട്ടാണ് പലതും നമുക്ക് ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആഡ് ചെയ്യാനോ ഒക്കെ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഫീഡ്ബാക്ക് ഫോമുകൾ കൃത്യമായിട്ട് കളക്ട് ചെയ്തിട്ട് അതിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യുക, ദാറ്റ് മീൻസ് സൂക്ഷ്മ പരിശോധന നടത്തുക. ഓക്കെ, അടുത്തത് 12ാമത്തെ പോയിന്റ്, ഡീലിംഗ് വിത്ത് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ആൻഡ് റിപ്പോർട്ടിംഗ് ടു ദ മാനേജർ.
അതോടൊപ്പം തന്നെ ഈ പറയുന്ന കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക, അത് കൃത്യമായിട്ട് മാനേജറിനോട് റിപ്പോർട്ട് ചെയ്യുക. മനസ്സിലായിട്ടാണ് ഡീലിംഗ് വിത്ത് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ആൻഡ് റിപ്പോർട്ടിംഗ് ടു ദ മാനേജർ. അതായത് ഈ പറയുന്ന സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് കൈകാര്യം ചെയ്യുക, അത്തരം പ്രശ്നങ്ങൾ കൃത്യമായിട്ട് മാനേജറുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്തത് എന്താണ് 13ാമത്തെ? ആസ് ഗ്രീറ്റിംഗ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്, അല്ലെ? രോഗികളെയും സന്ദർശകരെയും ഗ്രീറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അവരെ വെൽക്കം ചെയ്യാം. കാരണം ഇവരായിരിക്കും ആദ്യമായിട്ട് പേഷ്യന്റ് ആയിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ആളുകളാണ്, അല്ലെ? അതുകൊണ്ട് തന്നെ പേഷ്യൻസിനെയും മറ്റ് സന്ദർശകരെയും നല്ല രീതിയിൽ ഗ്രീറ്റ് ചെയ്യാം, അല്ലെ? നല്ല രീതിയിൽ വെൽക്കം ചെയ്യാന്നുള്ളതും ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പിന്നെന്താണ്? ഡയറക്റ്റിംഗ് ദം ടു ദ അപ്രോപ്രിയേറ്റ് പ്രൊഫഷണൽസ്. അവർ ഗ്രീറ്റ് ചെയ്താൽ മാത്രം പോരാ, അവർക്ക് ബന്ധപ്പെട്ട പ്രൊഫഷണൽസ് ആയിട്ട് അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് അവരെ അങ്ങോട്ടേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടും. ഒരു പേഷ്യന്റ് വരുന്ന സമയത്ത് അവർക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിലോട്ടാണ് പോകുന്നത്, ഏത് ഡോക്ടറെയാണ് അവർ കൺസൾട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അവിടേക്ക് അവരെ ഡയറക്റ്റ് ചെയ്ത് വിടും എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡയറക്റ്റിംഗ് ദം ടു ദ അപ്രോപ്രിയേറ്റ് പ്രൊഫഷണൽസ്. 15ാമത്തെ പോയിന്റ്, രജിസ്റ്ററിംഗ് ന്യൂ പേഷ്യൻസ്. പുതിയ രോഗികളെ എന്ത് ചെയ്യാം? രജിസ്റ്റർ ചെയ്യാം കേട്ടോ. രജിസ്റ്ററിംഗ് ന്യൂ പേഷ്യൻസ്, പുതുതായിട്ട് വരുന്ന പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യാം. 16ാമത്തെ പോയിന്റ്, ടേക്കിംഗ് പാർട്ട് ഇൻ പ്രാക്ടീസ് മീറ്റിംഗ്സ് ആൻഡ് ട്രെയിനിങ് കോഴ്സസ് ആൻഡ് എൻഷുറിംഗ് കംപ്ലൈൻസ് വിത്ത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ്. എന്താണ് പറയുന്നത്? ടേക്കിംഗ് പാർട്ട് ഇൻ പ്രാക്ടീസ് മീറ്റിംഗ്സ് ആൻഡ് ട്രെയിനിങ് കോഴ്സസ്. അതായത് ഈ പറയുന്ന എക്സിക്യൂട്ടീവ് OPD എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെട്ട പ്രാക്ടീസ് മീറ്റിംഗ്സുകള്, ട്രെയിനിങ് കോഴ്സുകളിലൊക്കെ പങ്കെടുക്കുക. അതിലൂടെ എന്താണ് ഈ പറയുന്ന എല്ലാ ആരോഗ്യ സുരക്ഷാ നടപടിക്രമങ്ങളും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. മനസ്സിലായോ? അതായത് ഇവരുടെ ജോബ്, അവരുടെ ആ ഒരു ജോബ് നോളജ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പല ട്രെയിനിങ് കോഴ്സുകൾ ഉണ്ടായിരിക്കും, പ്രാക്ടീസ് മീറ്റിംഗ്സുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ഈ പറയുന്ന ആരോഗ്യ സുരക്ഷാ നടപടിക്രമങ്ങൾ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. 17ാമത്തത്, furthermore, the OPD executive is accountable for checking that everything in the OPD area is in its correct place and ensuring that there are no items left over by the previous shift receptionist. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് OPD എക്സിക്യൂട്ടീവിന് ആ ഒരു OPD ഏരിയയിലുള്ളത്, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, അല്ലെ? ആ ഒരു ഏരിയയില് എല്ലാതും അതത് സ്ഥാനത്ത് തന്നെയാണോ എന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം. എല്ലാം അതത് സ്ഥാനത്ത് ഉദ്ദേശിക്കുന്നത് ഇവിടെ എന്താണ്? അവിടുത്തെ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ടും നല്ല രീതിയിലും എന്താ പറയാ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുന്നത്. ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ OPD ഏരിയയിലെ എല്ലാം തന്നെ എന്താണ്? അതത് സ്ഥാനത്താണോ, കറക്റ്റ് പ്ലേസിലാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ സേവനങ്ങളെല്ലാം പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ആർക്കുണ്ട്? എക്സിക്യൂട്ടീവിനുണ്ട്. അത് മാത്രമല്ല, ആൻഡ് എൻഷുറിംഗ് ദാറ്റ് there are no items left over by the previous shift receptionist. അത് മാത്രമല്ല, മുൻ ഷിഫ്റ്റിലിരുന്ന റിസപ്ഷനിസ്റ്റ് ആ ഏരിയയിൽ ഒന്നും തന്നെ പ്രത്യേകിച്ച് ഒന്നും തന്നെ അവശേഷിപ്പിച്ചിട്ടില്ല എന്ന് ഉറപ്പുവരുത്തണം. ഒന്നും തന്നെ അവശേഷിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അവരെന്തെങ്കിലും ജോലികൾ വല്ലതും പെൻഡിങ് വെക്കോ, അല്ലെങ്കിൽ ഇപ്പൊ പേഷ്യൻസിന്റെ തന്നെ അല്ല ശ്രദ്ധിക്കപ്പെടാതെ വല്ല ഡോക്യുമെന്റ്സോ കാര്യങ്ങളോ അവിടെ മിസ്സായി പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ജോലികൾ അവർ പെൻഡിങ്ങിൽ വെച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ളതൊക്കെ ചെക്ക് ചെയ്യണം. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവര് ആ ഒരു ഡ്യൂട്ടി ടൈം കയറുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഫയലുകളും കാര്യങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്തിരിക്കണം? എല്ലാം തന്നെ ഒന്നും തന്നെ ബാക്കി വെക്കാണ്ട് എല്ലാം വളരെ കറക്റ്റ് ആയിട്ട് വേണം അവരുടെ ഡ്യൂട്ടിയും കാര്യങ്ങളും അവർ തീർത്തു പോകാനായിട്ട്. അപ്പൊ അതാണ് അവിടെ പറയുന്നത്. മുൻ ഷിഫ്റ്റിൽ ഉണ്ടായിരുന്ന റിസപ്ഷനിസ്റ്റ് അവിടെ ഒന്നും തന്നെ അവശേഷിപ്പിച്ചതെന്ന് വെച്ചാൽ അയാൾക്ക് അസൈൻ ചെയ്ത ഡ്യൂട്ടികൾ അയാൾ കംപ്ലീറ്റ് ചെയ്തിട്ട് തന്നെയാണ് പോയിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. മറ്റൊന്നും തന്നെ അവിടെ പെൻഡിങ് ആയിട്ടൊന്നും നിൽക്കുന്നില്ല, വർക്കുകളൊന്നും തന്നെ പെൻഡിങ് വന്നിട്ടില്ല, എല്ലാം അപ് ടു ഡേറ്റ് ആണ് എന്ന് ഉറപ്പാക്കേണ്ടതും എക്സിക്യൂട്ടീവിന്റെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. OPD executive is accountable for checking that everything in the OPD area is in its correct place and ensuring that there are no items left over by the previous shift receptionist. 18ാമത്തെ പോയിന്റ് ഇതാണ്. They direct patients to the payment counter to make their case paper, ensuring a smooth and efficient process. എന്താണ് പറയുന്നത്? അവര് ഈ പറയുന്ന പേഷ്യൻസിനെ പേയ്മെന്റ് കൗണ്ടറിലോട്ട് ഡയറക്റ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു മേക്ക് ദെയർ കേസ് പേപ്പർ, അല്ലെ? അവരുടെ കേസ് പേപ്പർ
റെഡിയാക്കാൻ. കേസ് പേപ്പർ എന്ന് വെച്ചാൽ അവരുടെ മെഡിക്കൽ കേസ് പേപ്പർ, ദാറ്റ് മീൻസ് അവരുടെ ബില്ലുകൾ സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ പറയുന്ന പേയ്മെന്റ് ഫോർമാലിറ്റീസുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് പേഷ്യൻസിനെ ഇങ്ങോട്ടേക്ക് ഡയറക്ട് ചെയ്ത് വിടാം, പേയ്മെന്റ് കൗണ്ടറിലേക്ക് ഡയറക്ട് ചെയ്ത് വിടാം. മനസ്സിലായല്ലോ? ടു മേക്ക് ദെയർ കേസ് പേപ്പർ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അവരുടെ ബില്ലുകൾ സെറ്റ് ചെയ്യാനും അവരുടെ ട്രീറ്റ്മെന്റിന്റെ മറ്റുള്ള പേയ്മെന്റ് ഫോർമാലിറ്റികളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന പേഷ്യൻസിനെ എന്ത് ചെയ്യണം, പേയ്മെന്റ് കൗണ്ടറിലേക്ക് ഡയറക്ട് ചെയ്യുക. അതിലൂടെ എൻഷുറിങ് എ സ്മൂത്ത് ആൻഡ് എഫിഷ്യന്റ് പ്രോസസ് അല്ലെ. അപ്പൊ അതിലൂടെ വളരെ എന്താ പറയാ സ്മൂത്ത് ആയിട്ടുള്ള സുഗമമായിട്ടുള്ള ഒരു എഫിഷ്യന്റ് പ്രോസസ്സ് അവിടെ ഉറപ്പുവരുത്തുക. കാര്യം നമ്മള് എല്ലാം കഴിഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അപ്പൊ തന്നെ ബില്ലുകളും മറ്റും സെറ്റിൽ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ടൈം അവിടെ സേവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ആ ഒരു റഷ്നെസ് നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അവർ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന കേസ് പേപ്പറൊക്കെ റെഡിയാക്കാനായിട്ട് അവര് പേയ്മെന്റ് കൗണ്ടറിലേക്ക് ഡയറക്ട് ചെയ്ത് വിടുന്നത്. അപ്പൊ അതിലൂടെ അവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തായിരിക്കും, വളരെ സ്മൂത്ത് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. നമുക്ക് ഒരുപാട് ടൈം അവിടെ സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിനനുസരിച്ച് ഒത്തിരി കാര്യങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നടന്നു പോകും അല്ലെ. ഓക്കെ, 19ാമത്തെ പോയിന്റ് അല്ല ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുന്നതാണ്. ഓവറോൾ ദ OPD executive is necessary. Outpatient department runs efficiently, providing high quality care to patients while also managing cost and maintaining regulatory compliance. അപ്പോ ഇത്രയും ഡ്യൂട്ടീസ് നമ്മൾ കണ്ടു. ഇതിന് നമുക്കൊരു കാര്യം മനസ്സിലായി, ഒരു OPD എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഒരു OPD ഡിപ്പാർട്ട്മെന്റ് വളരെ സ്മൂത്ത് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും റൺ ചെയ്യുന്നതിലും പിന്നെന്താണ് പേഷ്യൻസിന് വളരെ ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണം കൊടുക്കുന്നതിലും അതുപോലെ പരമാവധി ചെലവുകൾ നിയന്ത്രണങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് അവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്ന് ഉറപ്പാക്കുന്നതിലും ആർക്ക് പ്രധാനപ്പെട്ട പങ്കുണ്ട്, OPD എക്സിക്യൂട്ടീവിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? ക്ലിയർ ആയല്ലോ? അപ്പൊ എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ അതിനകത്ത് പറഞ്ഞ? ആരാണ് OPD എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മേൽനോട്ടം വഹിക്കുന്ന ഒരു ലീഡർഷിപ്പ് റോളാണ് അദ്ദേഹത്തിനുള്ളത്. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ OPD സ്റ്റാഫുകളെ മാനേജ് ചെയ്യുക, അതുപോലെ തന്നെ പേഷ്യന്റ് റെക്കോർഡ്സുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അപ്പോയിന്റ്മെന്റുകൾ ഷെഡ്യൂൾ ചെയ്യുക, അതുപോലെ പേഷ്യന്റിന് നല്ല പരിചരണം ഉറപ്പാക്കാനായിട്ട് മറ്റുള്ള ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക, പേഷ്യന്റിന്റെ സംതൃപ്തി ഉറപ്പുവരുത്തുക, ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ബഡ്ജറ്റുകൾ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക, ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട പോളിസികളും പ്രൊസീജിയറുകളും ഡെവലപ്പ് ചെയ്യുകയും കൃത്യമായിട്ട് നടപ്പിലാക്കുക. പിന്നെ OPD ഏരിയയുടെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സുഗമമായിട്ടുള്ള പ്രവർത്തനം ഉറപ്പുവരുത്തുക. അതുപോലെ മറ്റുള്ള കൺസൾട്ടൻസിന്റെ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് ഒക്കെ സൂപ്പർവൈസ് ചെയ്യാം. ഡോക്ടറുടെ പ്രവർത്തന സാഹചര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കുക. പിന്നെ ഫീഡ്ബാക്ക് ഫോമുകൾ കളക്ട് ചെയ്തിട്ട് അതിനെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കുക. പിന്നെ കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ഒക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക, സ്മൂത്ത് ആയിട്ട് കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾ മാനേജ്മെന്റിന് റിപ്പോർട്ട് ചെയ്യുക. വരുന്ന പേഷ്യൻസിനെയും ഹോസ്പിറ്റലിലേക്ക് വരുന്ന വിസിറ്റേഴ്സിനെയും നല്ല രീതിയിൽ വെൽക്കം ചെയ്യാൻ അവരെ ഗ്രീറ്റ് ചെയ്യുക, അവരെ ബന്ധപ്പെട്ട പ്രൊഫഷണൽസിന്റെ അടുത്തേക്ക് ഡയറക്ട് ചെയ്ത് വിടുക, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡയറക്ട് ചെയ്ത് വിടുക. പിന്നെ പുതിയ പേഷ്യൻസിനെ രജിസ്റ്റർ ചെയ്യുക. പിന്നെ ഈ പറയുന്ന അവരുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ്സുകൾ, ട്രെയിനിങ് കോഴ്സുകളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു എന്താ പറയുക ആരോഗ്യ സുരക്ഷാ നടപടികൾക്ക് കൃത്യമായിട്ട് പാലിക്കുക. പിന്നെ OPD ഏരിയയിൽ എല്ലാം തന്നെ എന്താ പറയുക അതത് സ്ഥാനത്താണോ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സേവനങ്ങളെല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. മുന്നിലുണ്ടായിരുന്ന റിസപ്ഷനിസ്റ്റ് അദ്ദേഹത്തിന്റെ ജോലികളൊന്നും പെൻഡിങ് വെക്കാതെ എല്ലാം കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഉറപ്പിക്കേണ്ടത് ഇദ്ദേഹമാണ്. പേഷ്യൻസിനെ പേയ്മെന്റ് കൗണ്ടറിലേക്ക് ഡയറക്ട് ചെയ്യുകയും അവരുടെ ബില്ലുകളും മറ്റും സെറ്റിൽ ചെയ്യാനായിട്ട് അവർ എന്താ പറയുക ഡയറക്ട് ചെയ്ത് വിടുക. പിന്നെ നമ്മൾ പറഞ്ഞത് ലാസ്റ്റ് 3 ആണ് അവരുടെ റെസ്പോൺസിബിലിറ്റി വരുന്നത്. അപ്പൊ 3ാമത്തെ ആളെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ. 3ാമത്തെ അല്ല 4ാമത്തെ ആളാണ് പഠിച്ചത് കേട്ടോ. ഇതാണ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്. ക്ലിയർ ആണോ പറഞ്ഞത്? ഇതുവരെ ക്ലിയർ ആണോ? ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, പോയിന്റുകളെല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ 4 പേര് പരിചയപ്പെട്ടു ഈ ചാപ്റ്ററിനകത്ത്. ആരൊക്കെയാ? തുടക്കം നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനെ കണ്ടു, അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി. 2ാമത് ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി, 3ാമത്തത് മെഡിക്കൽ സെക്രട്ടറി, 4ാമത് നമ്മൾ പഠിച്ചത് OPD എക്സിക്യൂട്ടീവ്. ഇനി നമുക്ക് ഒരാളെ കൂടെ പഠിക്കാനുണ്ട്.
ആരാണെന്നറിയോ? എളുപ്പമുള്ളതാണ് കേട്ടോ. ആരാണത്? പേഷ്യന്റ് കൗൺസിലർ ആണ് കേട്ടോ. ആരാണ്? പേഷ്യന്റ് കൗൺസിലർ. ഇനി അദ്ദേഹത്തെ പറ്റിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ പേര് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. പേഷ്യന്റ് കൗൺസിലർ എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലായി ഏകദേശം ഒരു പേഷ്യന്റുമായിട്ട് അടുത്തിടപെടുന്നവരാണ് അല്ലെ, അല്ലെങ്കിൽ പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്ന ഒരു എന്താ പറയാ ഒരു നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ആയിരിക്കണം ആദ്യം നമ്മുടെ പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുന്നത്. അത് തന്നെയാണ്. ഓക്കെ, നമുക്ക് വായിക്കാം. ജോബ് സമ്മറി ഓഫ് പേഷ്യന്റ് കൗൺസിലർ. ആദ്യം ആരാണ് പേഷ്യന്റ് കൗൺസിലർ എന്ന് അവിടെ പറയുന്നത്? എ പേഷ്യന്റ് കൗൺസിലർ ആൾസോ നോൺ ആസ് എ പേഷ്യന്റ് അഡ്വക്കേറ്റ് ഓർ പേഷ്യന്റ് ലീസോൺ. 3 പേരുകളാണ് കേട്ടോ. പേഷ്യന്റ് കൗൺസിലർ എന്ന് നമുക്ക് പറയാം, പേഷ്യന്റ് അഡ്വക്കേറ്റ് എന്ന് പറയാം, പേഷ്യന്റ് ലീസോൺ എന്നും പറയാം. അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു വാദിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ, പേഷ്യന്റിന് വേണ്ടിയിട്ട് വാദിക്കുന്ന ഒരാളാണ് അഡ്വക്കേറ്റ് അല്ലെ. ഇവിടെ വാദിക്കാന്ന് വെച്ചാൽ കേസിന് പോയി വാദിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല, നമ്മൾ പേഷ്യന്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾക്കും മുൻഗണന കൊടുത്ത് അവർക്ക് ഒരു പിന്തുണ കൊടുക്കുന്ന ഒരു വ്യക്തി. ആ ഒരു അർത്ഥത്തിലാണ് കേട്ടോ അവിടെ പേഷ്യന്റ് അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞത്. പിന്നെ പറഞ്ഞത് പേഷ്യന്റ് ലീസോൺ. ലീസോൺ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ബന്ധം, റിലേഷൻ എന്നൊക്കെ ഉള്ള മീനിങ് ആണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഒരു മധ്യസ്ഥൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു രോഗിയുടെ ഒരു മധ്യസ്ഥനാണ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെ 3 പേരുകളിലാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. ആരൊക്കെയാണ്? പേഷ്യന്റ് കൗൺസിലർ, അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. പേഷ്യന്റ് അഡ്വക്കേറ്റ്, അപ്പൊ അത് വേറെ ആളാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. പേഷ്യന്റ് അഡ്വക്കേറ്റ് എന്ന് നമുക്ക് പറയാം, പേഷ്യന്റ് ലീസോൺ എന്നൊക്കെ വിശേഷം. ഇനി ആരാണ് പേഷ്യന്റ് കൗൺസിലർ എന്നുള്ളത് അവിടെ സെന്റൻസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് അണ്ടർലൈൻ ചെയ്യാം, ബ്രാക്കറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. വായിക്കാം നമുക്ക്. ഈസ് എ ഹെൽത്ത് കെയർ, അതായത് പേഷ്യന്റ് കൗൺസിലർ ഈസ് എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ who works keenly with the patients and their families to extend emotional support, education and advocacy. അതാണ് എന്റെ ഉത്തരം കേട്ടോ. ആരാണ് പേഷ്യന്റ് കൗൺസിലർ എന്ന് പറഞ്ഞാല്? രോഗികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒരു ഇമോഷണൽ സപ്പോർട്ട്, ഒരു വൈകാരികമായിട്ടുള്ള ഒരു പിന്തുണ, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ. ഇവിടെ എഡ്യൂക്കേഷൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ബോധവൽക്കരണം, അവരെ ബോധവൽക്കരണം നടത്തുക. അതുപോലെ തന്നെ അഡ്വക്കേസി ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത്, അതായത് ഇപ്പൊ രോഗിയുടെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഡോക്ടേഴ്സ് ആയിരിക്കും അല്ലെ, അപ്പൊ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അവര് പല തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ആ ഒരു രോഗിയുടെ താല്പര്യങ്ങൾ, അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ അവകാശങ്ങൾ, അതുപോലെ അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ മുൻഗണന കൊടുത്തുകൊണ്ട് ഈ പിന്തുണ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ റെപ്രസെന്റ് ചെയ്യുക എന്നതാണ് അവിടെ അഡ്വക്കേസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അത്തരത്തില് രോഗികൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്കും ഒരു വൈകാരികമായിട്ടുള്ള പിന്തുണ, ബോധവൽക്കരണം, അതുപോലെ തന്നെ അഡ്വക്കേസി എന്നിവ നൽകുന്നതിന് വേണ്ടിയിട്ട് അവരോടൊപ്പം വളരെ ചേർന്ന് പ്രവർത്തിക്കുന്ന, വളരെ ചേർന്ന് ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കുന്ന പ്രൊഫഷണൽസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പേഷ്യന്റ് കൗൺസിലർ അഥവാ പേഷ്യന്റ് അഡ്വക്കേറ്റ്, അല്ലെങ്കിൽ നമുക്ക് എന്തും പറയാം, പേഷ്യന്റ് ലീസോൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കാം. ഓക്കെ. The job description of a patient counselor normally includes the following responsibilities. അടുത്ത നമ്മൾ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ 7 റെസ്പോൺസിബിലിറ്റിയാണ് നമുക്ക് അതിനകത്ത് വരുന്നത് കേട്ടോ. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ് അല്ലെ. പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്, വൈകാരികമായിട്ടുള്ള ഒരു പിന്തുണ നൽകുക. രണ്ടാമത്തത് നമ്മൾ അവിടെ പറഞ്ഞ പോയിന്റാണ് എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ് അല്ലെ. രോഗികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും എഡ്യൂക്കേറ്റ് ചെയ്യുക, ദാറ്റ് മീൻസ് അവരെ ബോധവൽക്കരണം നൽകുക. അത് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. മൂന്നാമത്തത് അതും നമ്മൾ പറഞ്ഞതാണ് അവിടെ, അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ് അല്ലെ, പേഷ്യൻസിന് വേണ്ടിയിട്ട് വാദിക്കുക. നാലാമത്തത് പ്രൊവൈഡിങ് റിസോഴ്സസ് അല്ലെ, പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസുകൾ, വിഭവങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. എന്താണ് നമുക്ക് അവിടെ വായിക്കുമ്പോൾ പറയാം കേട്ടോ, റിസോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അഞ്ചാമത്തത് കോർഡിനേറ്റിംഗ് കെയർ അല്ലെ, അതായത് ഒരു പേഷ്യന്റിന് ഹൈ ക്വാളിറ്റി കെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള ഡിപ്പാർട്ട്മെന്റും പ്രൊഫഷണൽസും ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കും. ഈ സെയിം പോയിന്റ് തന്നെ ബാക്കിയുള്ളതിൽ എല്ലാത്തിലും വരുന്നുണ്ട് അല്ലെ, എല്ലാത്തിലും വരുന്നുണ്ട്. സെക്രട്ടറിയിൽ വരുന്നുണ്ട്, അഡ്മിനിസ്ട്രേറ്ററിൽ വരുന്നുണ്ട്, മെഡിക്കൽ സെക്രട്ടറിയിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതൊരു കോമൺ ആയിട്ടുള്ള ഒരു എയിമാണ് അല്ലെ, റെസ്പോൺസിബിലിറ്റി ആണ്, എല്ലാവർക്കും ഉള്ള റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ, കോർഡിനേറ്റിംഗ് കെയർ. ആറാമത്തത് ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ്, അതായത് രോഗിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു എന്താ പറയാ കെയർ പ്ലാനുകൾ അല്ലെ, ട്രീറ്റ്മെന്റ് പ്ലാനുകൾ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യുക. ഏഴാമത്തത് മോണിറ്ററിംഗ് പ്രോഗ്രസ്. ഇനി നമ്മളിങ്ങനെ ഒരു കെയർ പ്ലാൻ ഒക്കെ ഡെവലപ്പ് ചെയ്തവർക്ക് കൊടുത്തു,
അതുകൊണ്ട് മാത്രം അവിടെ അവസാനിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യണം? രോഗിയുടെ പുരോഗതി കൃത്യമായിട്ട് നിരീക്ഷിക്കണം അല്ലെ. രോഗിക്ക് പുരോഗമനമാണോ അതോ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടാണോ എന്നുള്ളത് നമ്മൾ മോണിറ്റർ ചെയ്യണം. ഇവിടെ ഉദ്ദേശിക്കുന്ന മോണിറ്ററിങ് പ്രോഗ്രസ് കേട്ടോ. അതായത് രോഗിയുടെ ആ ഒരു പുരോഗതി കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക അല്ലെ, നിരീക്ഷിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആർക്ക് വരുന്നത്? പേഷ്യന്റ് കൗൺസിലർക്ക് വരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം പേഷ്യന്റിനാണ് അതിൽ കൂടുതൽ എന്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഓരോ പോയിന്റും കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഒന്നാമത്തെ പോയിന്റിലോട്ട് വരാം. പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. ദ പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ for providing emotional support to patients and their families, hearing their concerns and helping them deal with their diagnosis or illness. എന്താണ് പറയുന്നത്? ഒരു ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ് അവിടെ കൊടുത്തേക്കുന്നത്. പേഷ്യന്റ് കൗൺസിലർ എന്ന് പറയുന്നത് രോഗിക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വൈകാരിക പിന്തുണ കൊടുക്കുന്നതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം വന്നിട്ട് ഹിയറിംഗ് ദയർ കൺസേൺസ് അല്ലെ, അവരുടെ ആശങ്കകൾ കൃത്യമായിട്ട് കേൾക്കുക, ആൻഡ് ഹെൽപ്പിംഗ് ദം ഡീൽ വിത്ത് ദയർ ഡയഗ്നോസിസ് ഓർ ഇൽനെസ് അല്ലെ, രോഗനിർണയത്തിനായാലും അതുപോലെ തന്നെ പരിശോധനയ്ക്ക് പറയുന്ന എന്താ പറയാ രോഗത്തെ നേരിടാനായിട്ടും അവരെന്ത് ചെയ്യുക, അവരെ സഹായിക്കുക അല്ലെ. രോഗനിർണയത്തിനായാലും ആ രോഗത്തിനെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സഹായം അല്ലെ, കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു സഹായം അവർക്ക് കൊടുക്കുക. നമുക്കറിയാം പ്രത്യേകിച്ച് ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരുന്ന കേസിൽ, ഗുരുതരം എന്ന് മാത്രമല്ല അസുഖങ്ങൾ വരിക എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ശാരീരികമായിട്ടുള്ള തളർച്ചയും മാനസികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഉള്ളൊരു സമയമാണ് അല്ലെ. അസുഖം വരിക എന്ന് പറഞ്ഞത് പ്രത്യേകിച്ച് ഗുരുതരമായിട്ടുള്ള അസുഖങ്ങളാണെങ്കിൽ പിന്നെ മാനസികമായിട്ട് നമുക്ക് അവിടെ തളർച്ച അനുഭവപ്പെടും. അത്തരം സന്ദർഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രോഗിക്ക് ഒരു വൈകാരികമായിട്ടുള്ള പിന്തുണ കൊടുക്കാനുള്ളത്. പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള ഡയാലിസിസ് ഒക്കെ വരുന്നത് അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസ് ഉണ്ടല്ലോ, അവരെ സംബന്ധിച്ച് അവർക്ക് ആ സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരികയും തീർച്ചയായിട്ടും അവരുടെ ഫാമിലിയുടെയും മറ്റു പലരുടെയും ഒരു വൈകാരികമായിട്ടൊരു പിന്തുണ അവർക്ക് ആവശ്യമാണ്. ശരിയല്ലേ? ഒരു ഇമോഷണൽ സപ്പോർട്ട് അവർക്ക് എപ്പോഴും വേണം. അത് കൊടുക്കാനായിട്ട് ആർക്ക് ഉത്തരവാദിത്തം? പേര് പോലെ തന്നെ പേഷ്യന്റ് കൗൺസിലറാണ് അല്ലെ. പേഷ്യന്റ് കൗൺസിലർക്ക് ഉത്തരവാദിത്തമുണ്ട്. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ക്ലിയർ ആയി വെച്ചിരുന്നു. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ് അല്ലെ. രോഗികളെയും അവരുടെ കുടുംബാംഗങ്ങളെയും എഡ്യൂക്കേറ്റ് ചെയ്യുക അല്ലെ, ബോധവൽക്കരണം നടത്താം. എന്താണ് ഉദ്ദേശിക്കുന്നത്? ദ പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ദർ ഫാമിലീസ് അബൌട്ട് ദെയർ ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ആൻഡ് അതർ സൈഡ്സ് ഓഫ് ദെയർ കെയർ അല്ലെ. ഈ പറയുന്ന പേഷ്യന്റ് കൗൺസിലർക്ക് ഇതേപോലെ രോഗികളുടെയും കുടുംബാംഗങ്ങളെയും എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള, ബോധവൽക്കരണം നടത്തുന്നതിനുള്ള ആ ഒരു ചുമതലയുണ്ട്. അതായത് രോഗനിർണയത്തിലായാലും ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്, അവർക്ക് നിശ്ചയിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻസിലായാലും പിന്നെ ഈ പറയുന്ന പരിചരണത്തിന്റെ മറ്റു പല വശങ്ങളെ കുറിച്ചും ആ രോഗിയെയും അവരുടെ കുടുംബാംഗങ്ങളെയും ബോധവൽക്കരിക്കാനുള്ളതും ഈ പറയുന്ന പേഷ്യന്റ് കൗൺസിലറിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളൊരു രോഗം വരുമ്പോ അത് ഗുരുതരമായ രോഗങ്ങൾ ആണെങ്കിലും അല്ലെങ്കിലും നമ്മൾ അതിനെ എങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. ഒരു പ്രധാനപ്പെട്ട കാര്യം ആ രോഗത്തെ പറ്റി നമ്മൾ അറിയണം, രോഗത്തെ പറ്റി മനസ്സിലാക്കണം, ആ രോഗത്തിന്റെ നേച്ചറിനെ പറ്റി മനസ്സിലാക്കണം. അങ്ങനെ ഒരു അറിവില്ലെന്നുണ്ടെങ്കിൽ അത് അവരുടെ കുടുംബാംഗങ്ങൾക്കും പേഷ്യൻസിനും ബോധ്യപ്പെടുത്തി കൊടുക്കുക ആ രോഗത്തെ പറ്റി, അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെന്റ്, അവർക്കായിട്ട് നിശ്ചയിച്ചിരുന്ന ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, ആ ഒരു പരിചരണത്തിന്റെ മറ്റു പല വശങ്ങൾ എന്തൊക്കെയാണ്, അത് അറിയാനുള്ള അവകാശം രോഗിക്കുണ്ട്. പറഞ്ഞു കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? പേഷ്യന്റ് കൗൺസിലർക്കും ഉണ്ട്. ഓക്കെ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്, രോഗിക്ക് വേണ്ടി വാദിക്കുക. ഞാൻ പറഞ്ഞു എന്താ ഉദ്ദേശിച്ചത് അപ്പൊ വായിക്കാം. ദ പേഷ്യന്റ് കൗൺസിലർ is accountable for advocating for patients and their families, helping them navigate the healthcare system and making sure that their needs are met. അതായത് പിന്നെ കൗൺസിലർ എന്ന് പറയുമ്പോൾ പേഷ്യൻസിന് വേണ്ടിയിട്ട് ബാധിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലെ. അതുപോലെ തന്നെ ഹെൽപ്പിംഗ് ദം നാവിഗേറ്റ് ദ ഹെൽത്ത് കെയർ സിസ്റ്റം, ഈ പറയുന്ന ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിലേക്ക് അവരെ ഡയറക്ട് ചെയ്ത്, നാവിഗേറ്റ് ചെയ്ത് അവരെ ഡയറക്ട് ചെയ്ത് വിടാൻ, ഡയറക്ട് ചെയ്യുന്നതിന് വേണ്ടി അവരെ സഹായിക്കാം. അതുപോലെ തന്നെ മേക്കിംഗ് ഷുവർ ദാറ്റ് ദർ നീഡ്സ് ആർ മെറ്റ്, അതോടൊപ്പം തന്നെ അവരുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റപ്പെടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ആ രീതിയിൽ അതാണ് ഉദ്ദേശിക്കുന്നത്, അഡ്വക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, അവരെ റെപ്രസെന്റ് ചെയ്ത് പ്രവർത്തിക്കുക അല്ലെ. അപ്പൊ അവരെ ഈ പറയുന്ന ആ ഒരു ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിലേക്ക് അവരെ നാവിഗേറ്റ് ചെയ്ത്, അവരെ ഡയറക്ട് ചെയ്ത് വിടണം. അങ്ങനെ വിടുന്നതോടൊപ്പം തന്നെ അവരുടെ ആവശ്യങ്ങളെല്ലാം തന്നെ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് നിറവേറ്റപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടെ ഉറപ്പുവരുത്തണം.
ഞാൻ പറഞ്ഞ അഡ്വക്കസി എന്ന് പറയുമ്പോൾ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് നമ്മൾ ഡോക്ടേഴ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ രോഗിയെ പറ്റി തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു പേഷ്യന്റ് കൗൺസിലർ എപ്പോഴും മുൻഗണന കൊടുക്കുന്നത് അവരുടെ പേഷ്യന്റിനാണ്. അവരുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ അതുപോലെ അവരുടെ ആവശ്യങ്ങൾ അതിന് മുൻഗണന കൊടുക്കണം, അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കണം. അതാണ് അവിടെ ചെയ്യുന്നത് കേട്ടോ. ആ രീതിയിൽ അഡ്വക്കേറ്റ് ചെയ്യുക, ആ രീതിയിൽ വാദിക്കാന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്. നാലാമത്തെ പോയിന്റ് ഇതാണ്, പ്രൊവൈഡിങ് റിസോഴ്സസ് കേട്ടോ. പ്രൊവൈഡിങ് റിസോഴ്സസ്, വിഭവങ്ങൾ ലഭ്യമാക്കുക. എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? ദ പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ പ്രൊവൈഡിങ് പേഷ്യൻസ് ആൻഡ് ദർ ഫാമിലീസ് വിത്ത് റിസോഴ്സസ് ആൻഡ് ഇൻഫർമേഷൻ അബൌട്ട് സപ്പോർട്ട് ഗ്രൂപ്പ്സ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആൻഡ് അതർ സർവീസസ് ദാറ്റ് മേ ബി അവൈലബിൾ ടു ദം. അതാണ് അവിടെ ഉദ്ദേശിക്കുന്ന റിസോഴ്സ്. അതായത് ഇപ്പൊ ഒരു രോഗിക്ക് വേണ്ട എന്താ പറയാ സപ്പോർട്ട് ഗ്രൂപ്പ്സുകൾ, നമ്മൾ അസുഖങ്ങൾ വരുന്ന ചില സപ്പോർട്ട് സഹായ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും അല്ലെ. അത് ചിലപ്പോൾ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സഹായം ഉണ്ടായിരിക്കും, അല്ലാതെ ഒരു എന്താ പറയുക ഒരു മെന്റൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സഹായ സംഘങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ സപ്പോർട്ട് ഗ്രൂപ്പുകൾ, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായം, പിന്നെ അവർക്ക് ലഭ്യമായേക്കാവുന്ന എല്ലാ സേവനങ്ങളും, അതായത് അവർക്ക് അവരുടെ ഒരു അവസ്ഥയ്ക്ക് അവർക്ക് ലഭ്യമായേക്കാവുന്ന എല്ലാ സേവനങ്ങളെ പറ്റിയും എല്ലാ റിസോഴ്സുകളെ പറ്റിയുള്ള ആ ഒരു ഇൻഫർമേഷൻസ് അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യണം. അല്ലാണ്ട് ആശുപത്രിയിലൊക്കെ വന്നിട്ട് ചില ആളുകൾക്ക് രോഗികൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകളാണ്, ചിലപ്പോൾ അവർക്ക് ചെലവ് വഹിക്കാനായിട്ട് പറ്റില്ല. സ്വാഭാവികമായിട്ടും ഇപ്പൊ ചില എന്താ പറയാ ചാരിറ്റി ട്രസ്റ്റുകള് മറ്റുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ചിലപ്പോൾ അവർക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന ആ ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഒക്കെ അവർക്ക് ലഭിക്കാം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളുള്ള രോഗികളാണെങ്കിൽ അവർക്ക് വേണ്ട സപ്പോർട്ട് ഗ്രൂപ്പുകളെ പറ്റിയും ഫിനാൻഷ്യൽ അസിസ്റ്റന്റ്, സാമ്പത്തികമായിട്ടുള്ള സഹായം അങ്ങനെ അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ചില വ്യക്തിപരമായിട്ട് ചില എന്താ പറയാ വ്യക്തികളെ സഹായിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. പോലെയൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത്തരത്തിൽ അവർക്ക് ലഭ്യമായേക്കാവുന്ന എല്ലാവിധ സഹായങ്ങളെ പറ്റിയും അല്ലെങ്കിൽ ലഭിക്കാവുന്ന സേവനങ്ങളെ പറ്റിയുള്ള ഇൻഫർമേഷൻസും അത്തരം റിസോഴ്സുകളൊക്കെ അവർക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതും പേഷ്യന്റ് കൗൺസിലറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതാണ് അവിടെ പ്രൊവൈഡിങ് റിസോഴ്സസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. അഞ്ചാമത്തത് കോർഡിനേറ്റിംഗ് കെയർ. ഈ പോയിന്റ് നമ്മൾ പലതവണയായിട്ട് പറയുന്നതാണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് വായിക്കാം നമുക്ക്. ദ പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ ഓർഗനൈസിംഗ് കെയർ between healthcare providers and ensuring that patients receive the essential services and the treatments. ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ മാത്രം അവിടെ കൊടുത്തിട്ടുള്ളൂ. അതായത് ഈ പറയുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെ നല്ല കൃത്യമായ രീതിയിൽ അവരുടെ ഇടയിൽ ആ പരിചരണം ഓർഗനൈസ് ചെയ്യുക. അതോടൊപ്പം തന്നെ പേഷ്യൻസിനാണെങ്കിൽ എല്ലാ അവശ്യ സേവനങ്ങളും ചികിത്സകളും അവര് റിസീവ് ചെയ്യുന്നുണ്ടോ സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കാം. ശരിക്കും പറഞ്ഞാൽ രോഗിക്ക് ഒരു നല്ല പരിചരണം നൽകുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ള എല്ലാ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന്റെ ഇടയിൽ അവരെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകണം അല്ലെ. അവരിപ്പം ഒരു പേഷ്യന്റ് ഇപ്പോൾ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ വന്നു, പക്ഷെ അയാളുടെ സേവനം അവിടെ മാത്രം ഒതുങ്ങുന്നതല്ല, ചിലപ്പോൾ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രൊഫഷണൽസിന്റെ ഒരു കോർഡിനേഷൻ ആണ് ആവശ്യമായിട്ട് വരും. അൾട്ടിമേറ്റ്ലി ലക്ഷ്യം എന്താ? പേഷ്യന്റിന് ഒരു ക്വാളിറ്റി കെയർ കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന എല്ലാ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുക, അവരുടെ പരിചരണങ്ങൾ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ പറയുന്ന പേഷ്യന്റിന് എല്ലാ അവശ്യ സേവനങ്ങളും ചികിത്സകളും അയാൾക്ക് ലഭിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അയാൾ സ്വീകരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും ആര് തന്നെയാണ്? പേഷ്യന്റ് കൗൺസിലറാണ്. സോ അതാണ് അവിടെ കോർഡിനേറ്റിംഗ് കെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആറാമത്തെ പോയിന്റ് ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ് അല്ലെ. ഈ പറയുന്ന ഈ കെയർ പ്ലാൻസ് അല്ലെ, ട്രീറ്റ്മെന്റ് പ്ലാനുകൾ കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യുക. എന്താണ്? ദ പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ് ഫോർ പേഷ്യൻസ് which include identifying their requirements and goals and working with the healthcare providers to make sure that these needs are met. അതായത് അവർക്കൊരു നല്ലൊരു ട്രീറ്റ്മെന്റ് പ്ലാൻ, കെയർ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുക അല്ലെ. കെയർ പ്ലാൻ ഡെവലപ്പ് ചെയ്യാന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അവരുടെ കെയർ പ്ലാനിൽ ഉൾപ്പെടുത്തേണ്ടത്? വിച്ച് ഇൻക്ലൂഡ് ഐഡന്റിഫൈങ് ദെയർ റിക്വയർമെന്റ്സ് ആൻഡ് ഗോൾസ് അല്ലെ. ആ രോഗിയുടെ ആവശ്യങ്ങള് അല്ലെ, അവരുടെ ലക്ഷ്യങ്ങൾ കൃത്യമായിട്ട് അതിനകത്ത് തിരിച്ചറിയണം അല്ലെ. കെയർ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവരുടെ ഗോൾ എന്താണെന്നത് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് പ്രവർത്തിക്കുക അല്ലെ. അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ള ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സുമായിട്ട് വർക്ക് ചെയ്ത് പോവുക. ഓക്കെ, അതോടൊപ്പം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക കേട്ടോ. ഇത്രയും ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ്. ഏഴാമത്തത് മോണിറ്ററിംഗ് പ്രോഗ്രസ്
അതായത് രോഗിയുടെ ആ ഒരു പുരോഗതി, പ്രോഗ്രസ്, അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാം, നിരീക്ഷിക്കാം. എന്ന് പറഞ്ഞാല് the patient counselor is accountable for monitoring patient's progress, evaluating their needs and making adjustments to their care plan as necessary. അതായത് പേഷ്യന്റ് കൗൺസിലർ എപ്പോഴും എന്താണ്, പേഷ്യന്റിന്റെ പുരോഗതി മോണിറ്റർ ചെയ്യണം അല്ലെ, അവരുടെ ആവശ്യങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തണം. അതോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ അവരുടെ കെയർ പ്ലാനിൽ വേണ്ട മാറ്റങ്ങളും വരുത്തണം അല്ലെ. ഇപ്പൊ നമ്മൾ കെയർ പ്ലാൻ തയ്യാറാക്കുന്ന കാര്യം മുന്നത്തെ പോയിന്റിൽ പറഞ്ഞു. അപ്പൊ അവിടെ ഈ പറയുന്ന പേഷ്യന്റിന്റെ കൃത്യമായിട്ടുള്ള അവരുടെ റിക്വയർമെന്റ്സും ഗോൾസും ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് വേണം അവർക്കായിട്ടൊരു കെയർ പ്ലാൻ തയ്യാറാക്കാനായിട്ട്. അപ്പൊ ഈ കെയർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അവരുടെ പ്രോഗ്രസ്സുകൾ, അവരുടെ ആ ഒരു പ്രോഗ്രസ് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, അവരുടെ ആവശ്യങ്ങൾ വിലയിരുത്തുക. ഇനി ആ ഒരു കെയർ പ്ലാനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ, എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ആവശ്യമുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളും ചെയ്യാന്നുള്ളത്, അതാണ് അവിടെ മോണിറ്ററിംഗ് പ്രോഗ്രസ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? 7 പോയിന്റ് ഓക്കെ അല്ലേ? ഓക്കെ ആണോ പറഞ്ഞത്? 7 പോയിന്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ശരി, ഇനി നമുക്ക് നോക്കാം. ഓവറോൾ കൺക്ലൂഡ് ചെയ്ത് പറയുന്നതാണ് കേട്ടത്. ഓവറോൾ ദ റോൾ ഓഫ് എ പേഷ്യന്റ് കൗൺസിലർ ഈസ് ടു എക്സ്റ്റെൻഡ് സപ്പോർട്ട് ആൻഡ് അഡ്വക്കസി ഫോർ patients and their families, helping them navigate the healthcare system and making sure that they receive high quality care. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കൺക്ലൂഡ് ചെയ്ത് എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവർക്ക് സപ്പോർട്ട് കൊടുക്കുക, അവരെ നാവിഗേറ്റ് ചെയ്ത് അവരെ എന്താ പറയുക ഹെൽത്ത് കെയർ സിസ്റ്റത്തിലേക്ക് അവരെ നാവിഗേറ്റ് ചെയ്യുക, അതുപോലെ ഏറ്റവും ഹൈ ക്വാളിറ്റി കെയർ അവർക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഇതിനൊക്കെ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് പേഷ്യന്റ് കൗൺസിലർ. അപ്പൊ അങ്ങനെയുള്ളൊരു റോളിന് എന്തെല്ലാം സ്കില്ലുകളാണ് ഉണ്ടായിരിക്കേണ്ടത്? സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, എംപതി and a deep understanding of healthcare systems and services are necessary for success in this role. അപ്പൊ ഈ ഒരു റോള് നല്ല രീതിയിൽ നിർവഹിക്കണമെങ്കിൽ അയാൾക്ക് എന്തൊക്കെ സ്കില്ലുകൾ ഉണ്ടായിരിക്കണം? സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ അയാൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എംപതി ഉണ്ടായിരിക്കണം, അനുകമ്പ അല്ലെ, സഹാനുഭൂതി ഉണ്ടായിരിക്കണം. ആൻഡ് എ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റംസ് ആൻഡ് സർവീസസ്. അതുപോലെ ആ ഒരു ഹെൽത്ത് കെയർ സംവിധാനത്തെ പറ്റിയുള്ള, ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ ആ ഒരു സേവനങ്ങള്, ആ ഒരു സംവിധാനത്തെ പറ്റിയുള്ള ഒരു ആഴത്തിലുള്ള ഒരു അറിവ്, ഒരു ധാരണയും ആർക്കുണ്ടായിരിക്കണം? ഈ പറയുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് ആ ഒരു റോള് നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കൂ അല്ലെ. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മള് അപ്പൊ 5 പേരെയാണ്, 5 നോൺ ക്ലിനിക്കൽ ജോബ്സിനെയാണ് നമ്മൾ കണ്ടത് കേട്ടോ. ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഇപ്പത്തൊട്ട് പഠിച്ചത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ഔട്ട് പേഷ്യന്റ് സെക്രട്ടറി, മെഡിക്കൽ സെക്രട്ടറി, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്, പേഷ്യന്റ് കൗൺസിലർ. 5 പേര് കേട്ടോ. ഈ 5 നോൺ ക്ലിനിക്കൽ ജോബുകളാണ് കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് നമ്മൾ പറഞ്ഞത്. സ്ക്രീൻ കാണുന്നില്ലേ സൂര്യ? സ്ക്രീൻ കാണുന്നില്ലേ? പറയാമോ? എല്ലാവർക്കും പ്രോബ്ലം ഉണ്ടോ? കാണുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇനി എന്താണ് ആൾക്കാരുടെ കാണുന്നുണ്ട്. അസര് പറയുന്നത് ഇല്ല എന്ന് പറയുന്നുണ്ട്. കാണാം, കുറച്ച് പേർക്ക് കാണുന്നുണ്ട്, കുറച്ച് പേർക്ക് കാണുന്നില്ല. ഒരു മിനിറ്റ്. കാണുന്നില്ല ഇപ്പോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? കാണുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത ഭാഗത്തോട്ട് നമുക്ക് പോവാട്ടെ. ഇനി ആർക്കെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നെറ്റ് ഒന്ന് നോക്കാം, നിങ്ങളുടെ നെറ്റ് ഒന്നും വരെ നോക്കണ്ട, ചിലപ്പോ അതുകൊണ്ടും ചിലപ്പോ കാണാതിരിക്കും. അപ്പൊ അടുത്ത ഭാഗത്ത് ഏറ്റവും ഒടുവിലോട്ട് നമ്മൾ കടക്കാണ്. എന്താണത്? സൂര്യക്ക് കാണുന്നില്ല? സൂര്യ ഒന്ന് നോക്കിക്കേ, ചിലപ്പോ നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും. ബാക്കി എല്ലാവർക്കും കാണുന്നുണ്ട്, ഒന്ന് നോക്കട്ടോ. ബാക്കി എല്ലാവർക്കും വലിയ പ്രശ്നം പറയുന്നില്ല. ഞാനിപ്പോ ഒന്നും കൂടി ഷെയർ ചെയ്ത് നോക്കാം കേട്ടോ. ബേസിക് സ്കിൽസ് ലെഫ്റ്റ്. ഓക്കെ, അതെ, ലെഫ്റ്റ് ആയിട്ടൊന്ന് കയറി നോക്ക് കേട്ടോ. ലെഫ്റ്റ് അടിച്ചിട്ട് ഒന്നുകൂടെ കയറി നോക്ക്, കാണാൻ പറ്റുമായിരിക്കും.
പറയാം നമുക്ക് അടുത്തത് ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ നോൺ ക്ലിനിക്കൽ ജോബ്സ് കേട്ടോ. ഈ പറയുന്ന നോൺ ക്ലിനിക്കൽ, നമ്മൾ ഇത്രയും കണ്ടത് നോൺ ക്ലിനിക്കൽ ജോബുകളാണ് അല്ലെ. അപ്പൊ ഇത്തരം ജോബുകൾക്ക് വേണ്ട ബേസിക് സ്കില്ലുകൾ എന്തൊക്കെയാണ്, പ്രധാനമായിട്ടും വേണ്ട കഴിവുകൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ വികസിപ്പിക്കേണ്ട കഴിവുകളാണ്. പറഞ്ഞ കഴിവുകൾ ഉള്ള ആൾക്കാരാണ് അത് എന്ത് ചെയ്താൽ മതി, പൊടി തട്ടി എടുക്കേണ്ടി വരും. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ നോൺ ക്ലിനിക്കൽ ജോബ്സ്. നോക്കാം. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് in hospitals need a range of skills to effectively do their roles. Some key skills for non-clinical staff in hospitals consist of. അതായത് നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന നോൺ ക്ലിനിക്കൽ ജോബുകൾക്ക് വളരെ എന്താ പറയുക ഒരു വൈഡ് റേഞ്ച് സ്കിൽ ആവശ്യമാണ്. ശരിയല്ലേ? ശരിക്കും പറഞ്ഞ ഒരു ക്ലിനിക്കൽ ജോബിന് പോലെയല്ല. ക്ലിനിക്കൽ ജോബ് എന്ന് പറയുമ്പോൾ ഒരു ഡോക്ടറോ നഴ്സോ ആണെങ്കിൽ അവർക്ക് ആ ഒരു ഡ്യൂട്ടി മാത്രം ചെയ്താൽ മതി. അതേസമയം നോൺ ക്ലിനിക്കൽ ജോബ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഒരുപാട് കാര്യങ്ങൾ അവർ മാനേജ് ചെയ്ത് പോകേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം ഒരുപാട് സ്കില്ലുകളും അവർക്ക് ഉണ്ടായിരിക്കും. ആ സ്കില്ലുകളെ പറ്റിയാണ് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അവയിൽ ചിലതെന്നേ പറയാൻ പറ്റുള്ളൂ, ഒരുപാടുണ്ട്, അവയിൽ ചിലത് മാത്രമാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ. ഏകദേശം ഒരു 10 പോയിന്റോടെ നമുക്ക് പറയാനുണ്ട്. അപ്പൊ ഒന്നാമത്തെ എളുപ്പമാണ്, നമുക്ക് അറിയാം. ഇതാണ് ഒന്നാമത്തേത്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അത് വളരെ അത്യാവശ്യം വേണ്ട ഒരു സ്കില്ലാണ് അല്ലെ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ. നല്ലൊരു ആശയവിനിമയ കഴിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തത് കസ്റ്റമർ സർവീസ് സ്കിൽസ് അല്ലെ, അതായത് ഉപഭോക്തൃ സേവന കഴിവുകൾ ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ഉപഭോക്താക്കളെ നല്ല രീതിയിൽ സർവീസ് കൊടുക്കാനും അവരെ ഡീൽ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. പിന്നെന്താണ്, ഓർഗനൈസേഷണൽ സ്കിൽസ് അല്ലെ, സംഘാടന മികവ് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ, സംഘാടന കഴിവുകൾ ഉണ്ടായിരിക്കണം. പിന്നെ ടെക്നോളജി സ്കിൽ, അതിപ്പോ ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും വേണ്ട ഒരു സ്കില്ലാണ് അല്ലെ, ടെക്നോളജി സ്കിൽസ് ഉണ്ടായിരിക്കണം. ഈ പറയുന്ന ടെക്നിക്കൽ ആയിട്ടുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് അല്ലെ, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള സ്കിൽ ഉണ്ടായിരിക്കണം. കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ്, അത് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ എത്തിക്സ് ആൻഡ് ലീഗൽ പഠിച്ചതാണ് അല്ലെ, ആ ഒരു ഹോസ്പിറ്റലിൽ അതിൻ്റെതായ ഒരു എത്തിക്സും കാര്യങ്ങളും അതെപ്പോഴും എന്തായിരിക്കണം, ഉണ്ടായിരിക്കണം അല്ല. ആ ഒരു എത്തിക്സ് നമ്മൾ കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ പേഷ്യന്റിന്റെ കാര്യത്തിലാണെങ്കിൽ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അതും ഒരു സ്കില്ലാണ്. ചില ആൾക്കാരുടെ ഉള്ളില് എന്ത് നിൽക്കില്ല, രഹസ്യങ്ങൾ നിൽക്കില്ല അല്ലെ. അപ്പൊ ചില കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് അത് അങ്ങനെ ചെയ്യാനുള്ള ഒരു സ്കില്ലാണ്. അത് ശരിക്കും ആ ഒരു സ്കില്ല് ഉണ്ടായിരിക്കണം. പിന്നെന്താണ്, ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ അല്ലെ. ഇത് ടീം വർക്ക്, ഒരു ഗ്രൂപ്പ് വർക്ക് ആയിട്ട് വളരെ ഒരു എന്താ പറയുക എല്ലാവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തു പോകാനുള്ള ഒരു സ്കിൽ ഉണ്ടായിരിക്കണം. പിന്നെയാണ് അഡാപ്റ്റബിലിറ്റി അല്ലെ, പൊരുത്തപ്പെടാനുള്ളൊരു കഴിവ്, അതൊരു സ്കില്ലാണ് അല്ലെ, അഡാപ്റ്റബിലിറ്റി. പിന്നെന്താണ്, എംപതി ആൻഡ് കമ്പാഷൻ അല്ലെ, എംപതി ആൻഡ് കമ്പാഷൻ, സഹാനുഭൂതി, അനുകമ്പ, അതൊക്കെ ഒരു സ്കില്ലാണ് അല്ലെ. സ്കില്ല് മീൻസ് അതൊരു എന്താ പറയാ, നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അപ്പൊ അത് ഒരു സ്കില്ലായിട്ടാണ് ഇവിടെ പറയുന്നത്, എംപതി ആൻഡ് കമ്പാഷൻ. പിന്നെന്താണ്, കൾച്ചറൽ കോമ്പിറ്റൻസ് കേട്ടോ, കൾച്ചറൽ കോമ്പിറ്റൻസ്, അതായത് ഒരു സാംസ്കാരികപരമായിട്ടുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അതിന് 10 പോയിന്റുകളാണ് വേണ്ടത് സ്കില്ലുകൾ. ഇത് മാത്രമല്ല കേട്ടോ, ഇതിൽ കുറച്ച് മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം, കസ്റ്റമർ സർവീസ് സ്കിൽസ് ഉണ്ടായിരിക്കണം, ഓർഗനൈസേഷൻ സ്കിൽസ് ഉണ്ടായിരിക്കണം, ടെക്നോളജി സ്കില്ല്, പ്രോബ്ലം സോൾവിങ് സ്കില്ല്, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്സ് മാനേജ്മെന്റ് സ്കിൽ ഉണ്ടായിരിക്കണം, ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ സ്കില്ല്, അഡാപ്റ്റബിലിറ്റി, എംപതി ആൻഡ് കമ്പാഷൻ, കൾച്ചറൽ കോമ്പിറ്റൻസ്. ഓക്കെ, എന്തൊക്കെയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആർ നെസസറി ഫോർ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ടു ഇഫക്റ്റീവ്ലി ഇന്ററാക്ട് വിത്ത് പേഷ്യൻസ്, വിസിറ്റേഴ്സ് ആൻഡ് അതർ സ്റ്റാഫ് മെമ്പേഴ്സ്. They should be able to communicate clearly and empathetically, both verbally and in writing. അതായത് നമുക്കറിയാം അല്ലെ, എന്താണ് പേഷ്യൻസ് ആയിട്ടും നമ്മുടെ വരുന്ന സന്ദർശകരായിക്കോട്ടെ മറ്റ് ജീവനക്കാരായിക്കോട്ടെ എല്ലാവരുമായിട്ട് നമുക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ എന്തുണ്ടായിരിക്കണം, നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം അല്ലെ, ഒരു ആശയവിനിമയ കഴിവുണ്ടായിരിക്കണം. ഈ ആശയവിനിമയം എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ ഭാഷകൾ അറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, ഭാഷകൾ അറിയൽ മാത്രമല്ല അവിടുത്തെ കാര്യം. നമ്മുടെ എത്ര ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിവുണ്ടെങ്കിലും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊരു സ്കിൽ ഉണ്ടായിരിക്കണം അല്ലെ, നല്ല രീതിയിൽ ആളുകളായിട്ട് ഇടപഴകാനും നല്ല രീതിയിൽ സംസാരിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം.
ഒരാളെ നമുക്ക് വിഷമിപ്പിക്കാതെ വളരെ എംപതറ്റിക് ആയിട്ട് അല്ലെ, വളരെ സഹാനുഭൂതിയോടുകൂടി, അതുപോലെ ചില കാര്യങ്ങൾ വളരെ എന്താ പറയുക നമ്മൾ വളരെ ശ്രദ്ധാപൂർവം കേട്ട് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള എന്താ പറയാ ആ ഒരു കഴിവുണ്ടാണ്. അതായത് വെറും കുറെ ഭാഷകൾ അറിഞ്ഞിരുന്നുകൊണ്ട് മാത്രം കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് നമുക്ക് അവകാശപ്പെടാൻ പറ്റില്ല. അത് നല്ല രീതിയിൽ കൺവേ ചെയ്യുമ്പോഴാണ് അതിന്റെ ഏറ്റവും പൂർണ്ണതയിൽ എത്തുള്ളൂ. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. അത് തന്നെ അതിന് റെസ്പെക്ട് കൊടുക്കുക അല്ലെ, നല്ല രീതിയിൽ ആരാണെന്ന് ഒരിക്കലും ഒരാളെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്ത് കാണരുത്. ഇത് മനുഷ്യരെ അല്ലെ. അപ്പൊ എപ്പോഴും നമ്മൾ ആരോട് സംസാരിക്കുമ്പോഴാണെങ്കിലും അതിൻ്റെതായ ഒരു റെസ്പെക്ട് കൊടുത്തിട്ട് അതിൻ്റെതായ രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദേ ഷുഡ് ബി ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ആൻഡ് എംപഥാറ്റിക്കലി ബോത്ത് വെർബലി ആൻഡ് ഇൻ റൈറ്റിംഗ്. അതായത് വാക്കാലും രേഖാമൂലവും എന്നാണ് പറയുന്നത്. അതായത് സംസാരം മാത്രമല്ല, ഈ പറയുന്ന എഴുതുന്ന കാര്യത്തിലായാലും അതൊരു കമ്മ്യൂണിക്കേഷൻ ആണല്ലോ. അത് ചില ആൾക്കാര് ഒരു ചിലത് എഴുതുമ്പോൾ വളരെ രസകരമായിട്ട് എഴുതും അല്ലെ, നല്ല രീതിയിലാണ് ഓരോരുത്തർ ചിലത് എഴുതിയിരിക്കുക. അപ്പൊ ആ ഒരു വാക്കാലും അതുപോലെ തന്നെ എന്താണ് രേഖാമൂലവും വളരെ വ്യക്തമായിട്ടും അതുപോലെ വളരെ എംപത്തറ്റിക് ആയിട്ട് സഹാനുഭൂതിയോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതാണ് അവിടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. കുറെ ഭാഷ അറിഞ്ഞുകൊണ്ടിരുന്നത് മാത്രം കാര്യമില്ല. വാക്കാലും രേഖാമൂലവും വളരെ ക്ലിയർ ആയിട്ടും വളരെ വ്യക്തമായിട്ടും അതുപോലെ എംപത്തറ്റിക് ആയിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ല് ഉണ്ടായിരിക്കും. മനസ്സിലായല്ലോ? ഓക്കെ. എംപത്തറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹാനുഭൂതിയോട് കൂടി കേട്ടോ. സിമ്പതിയും എമ്പതിയും തമ്മിൽ വ്യത്യാസമുണ്ട്. സിമ്പതി എന്ന് പറയുമ്പോൾ ഒരു ദയയാണ്, നമുക്ക് ഒരാളോട് തോന്നുന്ന ഒരു സിമ്പതി അല്ലെ, സിമ്പത്തറ്റിക് ആയിട്ട് നമ്മൾ പെരുമാറാം. എംപത്തറ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് അതിന്റെ അപ്പുറത്തേക്ക് ഒരു പൊടി മുന്നിലുള്ള സംഭവം, അതായത് അവരുടെ അവസ്ഥ നമുക്കാണ് എന്ന് നമ്മൾ സ്വയം ചിന്തിച്ച് പെരുമാറണമെങ്കിൽ അത് എംപത്തറ്റിക് ആയിട്ട് പെരുമാറുക. ഒരാൾക്കൊരു വിഷമം വന്ന് നോക്കി നമുക്കൊരു സിമ്പതി തന്നെയോ പാവം, അത് സിമ്പതി. അതേസമയം അയാളുടെ അവസ്ഥ നമ്മൾ പൂർണ്ണമായിട്ട് നമ്മളിലേക്ക് ഉൾക്കൊണ്ട് നമ്മളാണ് ആ സ്ഥാനത്തെങ്കിലും ചിന്തിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കില്ലേ, അത് എംപത്തറ്റിക് ആയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് കേട്ടോ. അവരുടെ സ്ഥാനത്ത് ഞാനാണ്, അല്ലെങ്കിൽ ഞാൻ ആ സിറ്റുവേഷനിലാണെങ്കിൽ എനിക്ക് എങ്ങനെ അതിനെ നേരിടാൻ പറ്റും, ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ട് അവരെ സപ്പോർട്ട് ചെയ്യും. അത് എംപത്തറ്റിക് ആയിട്ടുള്ള പെരുമാറ്റമാണ്. ആ രീതിയിൽ വേണം ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ. രണ്ടാമത്തത് കസ്റ്റമർ സർവീസ് സ്കിൽസ്. അറിയാം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. അതായത് ഉപഭോക്തൃ സേവന കഴിവുകൾ ഉണ്ടായിരിക്കണം. നോക്കൂ, നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഓഫൺ ആക്ട് ആസ് ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് ഫോർ ദ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. നമുക്കറിയാം അല്ലെ. അപ്പൊ നമ്മൾ പഠിച്ച എല്ലാ നോൺ ക്ലിനിക്കൽ ജോബ്സ് എടുക്കുകയാണെങ്കിലും ഡോക്ടറും നഴ്സിനേക്കാൾ ഉപരി ഏറ്റവും ഫസ്റ്റ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് പേഷ്യൻസിന് വരുന്ന ആൾക്കാർ ഇവരൊക്കെയാണ് അല്ലെ. ഈ പറയുന്ന നോൺ ക്ലിനിക്കൽ ആളുകളായിട്ടാണ് പേഷ്യൻസിന് ആദ്യം കോണ്ടാക്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ദേ ഷുഡ് മെയിൻറ്റെയിൻ എക്സലന്റ് കസ്റ്റമർ സർവീസ് സ്കിൽസ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ സർവീസ് സ്കില്ല് അവർക്ക് ഉണ്ടായിരിക്കണം. വിച്ച് ഇൻക്ലൂഡ് ദ എബിലിറ്റി ടു ബി കാം ആൻഡ് കമ്പോസ്ഡ് ഇൻ എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ്, handle inquiries and complaints, and provide a positive and welcoming environment. അല്ലെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് എക്സലന്റ് കസ്റ്റമർ സർവീസ് എന്നതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ വളരെ കാമായിട്ട് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ഒരുപാട് വെപ്രാളം കാണിക്കാതെ, നമുക്ക് ഒരുപാട് നമ്മൾ ടെൻഷൻ അടിക്കാതെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് തന്നെ അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ കമ്പോസ് ചെയ്യുക. അതുപോലെ തന്നെ വരുന്ന അന്വേഷണങ്ങളായാലും പരാതികളായാലും നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക. ടെൻഷൻ ഫ്രീ ആയിട്ട്, ടെൻഷനൊക്കെ ഉണ്ടാവും എന്നൊന്നും പറയില്ല, പക്ഷെ എങ്കിൽ കൂടിയും നമ്മൾ ചില ആളുകൾക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ ഭയങ്കര വെപ്രാളം കാണിച്ച് ഭയങ്കര ബുദ്ധി ചെയ്യും. അപ്പൊ അത് പക്ഷെ വലിയ ഫലം കിട്ടില്ല. നമ്മളെല്ലാം കാര്യങ്ങള് വളരെ ശാന്തമായിട്ട് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് അത് കമ്പോസ് ചെയ്യാൻ, അതുപോലെ തന്നെ ഇവരുന്ന അന്വേഷണങ്ങളും കംപ്ലൈന്റ്സ് ഒക്കെ കൈകാര്യം ചെയ്യാം. ആ രീതിയിൽ എന്താണ് പ്രൊവൈഡ് എ പോസിറ്റീവ് ആൻഡ് വെൽക്കമിങ് എൻവിയോൺമെന്റ് അല്ലെ. ഇപ്പൊ ആളുകൾക്കായാലും ഒരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നല്ലൊരു വെൽക്കമിങ് എൻവിയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ. ഇപ്പൊ ചില ആളുകൾ പല ആൾക്കാരായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. നമ്മൾ പബ്ലിക് റിലേഷൻ പഠിച്ചതാണ്. അപ്പൊ നമുക്കറിയാം പല ടൈപ്പ് ഓഫ് ആൾക്കാരാണ് ഡീൽ ചെയ്യേണ്ടി വരിക. ചിലർ ഭയങ്കര ചൂടിൽ ദേഷ്യത്തിൽ സംസാരിക്കുന്നത്, വളരെ കാമായിട്ട് സംസാരിക്കുന്നവരുണ്ടാവും. അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് ആൾക്കാരെ ഡീൽ ചെയ്യുന്നവരുണ്ട്. എപ്പോഴും വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടും വളരെ എന്താ പറയാ പോസിറ്റീവ് ആയിട്ടും വെൽക്കമിങ് ആയിട്ടും അവരോട് എന്ത് ചെയ്യാം, സെർവ് ചെയ്യാറുള്ളത്. അതാണ് അവിടെ കസ്റ്റമർ സർവീസ് സ്കിൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ എന്താന്ന് വെച്ചാൽ ഓർഗനൈസേഷണൽ സ്കിൽസ്, സംഘാടന മികവ് എന്നൊക്കെ നമുക്ക് പറയാം, സംഘാടന കഴിവ് എന്നൊക്കെ നമുക്ക് പറയാം. അതായത് ഹോസ്പിറ്റൽസ് ആർ ഫാസ്റ്റ് പേസ്ഡ് എൻവയോൺമെന്റ്സ് വിത്ത് എ ലോട്ട് ഓഫ് ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. Non-clinical staff should have strong organizational skills to manage their workload, prioritize tasks, and meet the deadlines.
അതായത് നമുക്കറിയാം ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ജോലികളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉള്ളൊരു എന്താ വളരെ ഫാസ്റ്റ് പേസ്ഡ് ആണ് അല്ലെ, വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിനാണ് ഹോസ്പിറ്റൽ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഒത്തിരി ജോലികളും ഒത്തിരി ഉത്തരവാദിത്തങ്ങളൊക്കെ ഉള്ള വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഒരു ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഓർഗനൈസേഷണൽ സ്കിൽ ഉണ്ടായിരിക്കും, ഒരു സംഘാടന മികവ്, ഒരു സംഘാടന കഴിവ് അവർക്ക് ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മാനേജ് ദെയർ വർക്കിലൂടെ അവരുടെ ആ ഒരു ജോലി ഭാരം കുറയ്ക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനായിട്ട്. അതുപോലെ പ്രയോറിറ്റൈസ് ടാസ്ക് അവരുടെ ജോലികളിൽ തന്നെ മുൻഗണന കൊടുത്തുകൊണ്ട് ചെയ്യാനും, ആൻഡ് മീറ്റ് ദ ഡെഡ് ലൈൻസ് സമയപരിധിക്കുള്ളിൽ ചെയ്യാനും അവർക്ക് എന്തുണ്ടായിരിക്കണം? ഒരു സംഘാടന കഴിവുണ്ടായിരിക്കണം. ഈ സംഘാടന മികവെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞൊരു പ്രത്യേക സ്കില്ല് തന്നെയാണ് അല്ലെ. ഇപ്പൊ ഒരു പരിപാടി നടത്താണെങ്കിൽ നല്ലൊരു സംഘാടന മികവുള്ളവരാണെങ്കിൽ ആ പരിപാടി വളരെ ഭംഗിയായിട്ട് നടക്കും, പ്രത്യേകിച്ച് ടൈം ലാഗ് ഒന്നും വരാതെ, എന്നാൽ എന്റർടൈൻമെന്റ് ആയിട്ട് നമുക്കൊരു ബോറടി ഫീൽ ചെയ്യാതെ നല്ല രീതിയിൽ ആ പരിപാടി നടക്കും. അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സംഘാടന മികവ് എന്ന് പറയുമ്പോൾ. അപ്പൊ അവരുടെ ഇപ്പൊ അവിടുത്തെ ആളുകൾക്കാണെങ്കിൽ അവരുടെ ജോലി ഭാരം എന്താ പറയാ കൺട്രോൾ ചെയ്യാൻ, മാനേജ് ചെയ്യാനായിട്ട് ഇപ്പൊ ഒരു സംഘാടനം ഇല്ലാന്ന് വിചാരിക്കും, തോന്നിയ രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ വർക്കും തീരില്ല, നമുക്ക് ഒരുപാട് ഓവർലോഡും വരും, ടെൻഷനും വരും, സമയപരിധിക്കുള്ളിൽ ഒരു കാര്യങ്ങളും നമുക്ക് ചെയ്യാനും പറ്റില്ല. നല്ലൊരു സംഘാടന കഴിവില്ല എന്നുള്ളത്. പക്ഷെ നമ്മൾക്കൊരു സംഘാടന കഴിവുണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് സമയപരിധിക്കുള്ളിൽ തന്നെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത് ടു മാനേജ് ദെയർ വർക്ക്, അവരുടെ ഭാരം, ജോലി ഭാരം കുറയ്ക്കാനും അവരുടെ മുൻഗണനയ്ക്കനുസരിച്ച് അവർക്ക് കൊടുത്തിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുൻഗണന കൊടുത്തുകൊണ്ട് ചെയ്യാനും, ഒപ്പം സമയപരിധി പാലിക്കാനുള്ള ആ ഒരു ഓർഗനൈസേഷൻ സ്കില്ലുകൾ ആർക്ക് നിർബന്ധമായിട്ടുണ്ടായിരിക്കണം? നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണല്ലോ? അടുത്തത് കേട്ടോ, 4ാമത്തെ പോയിന്റ് ഇതാണ്, ടെക്നോളജി സ്കില്ല്. ടെക്നോളജി സ്കിൽ അതായത് സാങ്കേതികപരമായിട്ടുള്ള കഴിവ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രൊഫിഷ്യൻസി ഇൻ യൂസിങ് ഡിഫറെന്റ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റംസ് ആൻഡ് അതർ ഹെൽത്ത് കെയർ ടെക്നോളജി is vital for non-clinical staff. They should be comfortable with the technology and willing to learn new systems as required. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും നല്ലൊരു കഴിവാണ് അല്ലെ ടെക്നോളജി സ്കിൽ, കാരണം അത്രയും ടെക്നോളജി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലിലായാലും മാറ്റങ്ങൾ വന്നില്ലേ. പണ്ടത്തെ പോലെ ഫയലിൽ എഴുതി സൂക്ഷിക്കുന്ന പരിപാടി ഒന്നും ഇന്ന് എവിടെയും ഇല്ല. എല്ലാം എന്താണ്? സിസ്റ്റം ബേസ്ഡ് ആണ് അല്ലെ. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ പഠിച്ചതാണ് അല്ലെ. അപ്പൊ അത്തരം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലായാലും അങ്ങനെ തന്നെയാണ് അല്ലെ. അപ്പൊ അത്തരത്തില് ഡിഫറെന്റ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസും ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റംസും ഒക്കെ യൂസ് ചെയ്യുന്നതിനും നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾക്ക് എന്തുണ്ടായിരിക്കണം? സ്കിൽ ഉണ്ടായിരിക്കണം അല്ലെ. മറ്റ് ഹെൽത്ത് കെയർ ടെക്നോളജീസ് ആയാലും കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു സ്കിൽ ആർക്കുണ്ടായിരിക്കണം? ഈ പറയുന്ന ആളുകൾക്ക് ഉണ്ടായിരിക്കണം. ദേ ഷുഡ് ബി കംഫർട്ടബിൾ വിത്ത് ടെക്നോളജി ആൻഡ് വില്ലിംഗ് ടു ലേൺ ന്യൂ സിസ്റ്റംസ് ആസ് റിക്വയർഡ്. അവർ ഈ പറയുന്ന ടെക്നോളജി ആയിട്ട് വളരെ കംഫർട്ടബിൾ ആയിരിക്കണം അല്ലെ. ടെക്നോളജിയുമായിട്ട് കംഫർട്ടബിൾ, നമുക്കൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും കംഫർട്ടായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മളൊരു ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അത് ഒരിക്കലും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പുതിയ ടെക്നോളജി വരുന്ന സമയത്ത് അതിനനുസരിച്ച് അതുമായിട്ട് കംഫർട്ടബിൾ ആയിട്ട് വേണം അവർ പ്രവർത്തിക്കാനായിട്ട്. അതുപോലെ പുതിയ സംവിധാനങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇപ്പൊ പുതിയ സംവിധാനങ്ങൾ വരുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ പുതിയ സംവിധാനങ്ങൾ വരുന്ന സമയത്ത് അത് പഠിക്കാനുള്ള ഒരു വില്ലിങ്നെസ് അവർക്ക് ഉണ്ടായിരിക്കണം. ചില ആൾക്കാരുണ്ട് പഴയതുമോ തന്നെ പിടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്, ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ, ഞാൻ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുള്ളൂ എന്ന് കരുതിയിരുന്നാൽ നടക്കില്ല. കാര്യം ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുതിയ പുതിയ ടെക്നോളജി വരും. അപ്പൊ അതിനനുസരിച്ച് പുതിയത് പഠിക്കാനുള്ള ഒരു മനോഭാവവും ഒരു വില്ലിങ്നെസ് അവർക്ക് ഉണ്ടായിരിക്കണം. ഒരു ടെക്നോളജി ആയിട്ട് നമ്മൾ കംഫർട്ടായിട്ട്, എന്നാൽ മാത്രമാണ് നമുക്ക് അതുമായിട്ട് കംഫർട്ടായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, ആ രീതിയിലുള്ള ഒരു കഴിവാണ് ടെക്നോളജി സ്കിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 5ാമത്തെ പോയിന്റ് ആണ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ. അറിയാലോ, നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് may face various challenges and problems while executing their duties. ഓഫ് കോഴ്സ് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലെ. അവർക്ക് ഈ പറയുന്ന പല പ്രോബ്ലംസ് അവരുടെ ജോലിക്കിടയിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ the ability to think critically, evaluate situations and find adequate solutions is valuable in ensuring smooth operations and addressing issues promptly. അതുകൊണ്ട് തന്നെ എന്താണ് വളരെ
വിമർശനാത്മകമായിട്ട് ചിന്തിച്ചുകൊണ്ട് കേട്ടോ, വളരെ വിമർശനാത്മകമായിട്ട് ചിന്തിച്ചുകൊണ്ടും അതുപോലെ സിറ്റുവേഷൻസിന് നല്ല രീതിയിൽ വിലയിരുത്തിക്കൊണ്ടും ആവശ്യത്തിന് ഈ പറയുന്ന ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ശരിയായിട്ടുള്ള പരിഹാരങ്ങൾ കാണുന്നതിനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ എല്ലാ കാര്യങ്ങളും അത് പ്രോബ്ലം സോൾവിങ് സ്കില്ലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. വളരെ ക്രിട്ടിക്കൽ ആയിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ട് കാര്യങ്ങളെയൊക്കെ നല്ല എല്ലാ വശങ്ങളും വെറുതെ ഒരു സൈഡ് മാത്രമല്ല, ആ ഒരു പ്രോബ്ലത്തിന്റെ എല്ലാ വശങ്ങളും നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് നല്ല പരിഹാരം കാണുന്നതിന്റെ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് അവർക്ക് ഉണ്ട്. ഓക്കെ, ഇന്ന് ഇത്രയും മതി കേട്ടോ. 5 പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലായി, ഇതൊക്കെ എളുപ്പമാണ്, നമുക്ക് തന്നെ അറിയാവുന്നതാണ് കേട്ടോ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, കസ്റ്റമർ സർവീസ് സ്കില്ല്, ഓർഗനൈസേഷണൽ സ്കില്ല്, ടെക്നോളജി സ്കില്ല്, പ്രോബ്ലം സോൾവിങ് സ്കില്ല്, അതുവരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഓക്കെ, ഞാനൊന്ന് അൺമ്യൂട്ട് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഓക്കെ ആണല്ലോ. എന്താ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവരും? എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. എന്താണ് ഇതൊന്നും മിണ്ടാതിരിക്കണേ? ഓക്കെ, ശരി. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു.